ഇന്നലെ ആബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയുടെ ജീവിതഗാഥയോ അവളുടെ ജീവിത വിജയമാണ് നമ്മൾ കണ്ടെങ്കിൽ, ഇന്ന് കാണാൻ പോകുന്നത് രണ്ട് ചെറുപ്പക്കാർ തുടങ്ങിയിട്ട് വളരെ ഹിറ്റാക്കി മാറ്റിയിട്ടുള്ള ഒരു ചായ കഥയാണ്. അനുഭവ് ദുബെ എന്ന് പറയുന്നതും ആനന്ദ് നായിക് എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാർ ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ചായ സുട്ട എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് ഇവരുടെ നേതൃത്വത്തിൽ വൻപൻ ഹിറ്റായി മാറിയത്. ചായ സുട്ട ബാർ എന്ന് പറയുന്ന ഈ ഔട്ട്ലെറ്റ് ഇപ്പോൾ ഏകദേശം 150 കോടി വിറ്റ് വരവുള്ള ഒരു വലിയ പ്രസ്ഥാനം തന്നെയാണ്. ഈ അനുഭവിന്റെ ഒരു ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്കോ ഉള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ആഭയുടെ പോലെയൊക്കെ ചെറിയ സമാനമായിട്ടുള്ള ഒന്നാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അനുഭവിന്റെ വീട്ടുകാരൊക്കെ ഒരു ബിസിനസ് പശ്ചാത്തലമുള്ള കുടുംബമായിരുന്നു. അപ്പം എല്ലാ മാതാപിതാക്കളെ പോലെ മക്കൾ ബിസിനസ്സിൽ വരണം എന്നല്ല ഇവിടെ അനുഭവിന്റെ വീട്ടുകാർ ആഗ്രഹിച്ചത്. അവർ വിചാരിച്ചത് മകനെ എങ്ങനെയെങ്കിലും ഒരു IAS കാരനോ IPS കാരനോ ഒക്കെ ആക്കി മാറ്റണം എന്നാണ്. അങ്ങനെ പിതാവിന്റെ ആഗ്രഹത്തെ തുടർന്ന് IAS ഒക്കെ പഠിക്കാൻ അനുഭവ് പോയെങ്കിലും കാര്യങ്ങൾ അത്രമാത്രം ഒന്നും സ്മൂത്ത് ആയിരുന്നില്ല. തൻ്റെ വഴി എന്താണെന്ന് വളരെ വ്യക്തമായി അറിയാമായിരുന്ന അനുഭവ് പതിയെ അതിൽ നിന്ന് എസ്കേപ്പ് ആവാനും ബിസിനസ്സിൽ പുതിയ വഴികൾ തേടാനും ഒക്കെ തീരുമാനിക്കുകയായിരുന്നു. IAS ഓഫീസർ ആകാനും പറ്റിയില്ല, CA പരീക്ഷയിൽ തോക്കുകയും ചെയ്തു നമ്മുടെ അനുഭവ് ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ. അപ്പോൾ പിന്നെ ബിസിനസ് തന്നെയാണ് തൻ്റെ വഴി എന്ന ഒരു തിരിച്ചറിവ് കൂടി അദ്ദേഹത്തിന് അതിൽ നിന്ന് കിട്ടുകയായിരുന്നു. അനുഭവിന്റെ വഴിയിലേക്ക് അനുഭവിന് കൂട്ടായി വന്നത് മധ്യപ്രദേശിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആനന്ദ് നായിക് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടായിരുന്നു. ചെറുപ്പകാലം മുതലേ രണ്ടുപേരും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഷെയർ ചെയ്തിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് തുടങ്ങാന്നൊരു ആശയം വന്നപ്പോഴും രണ്ടുപേരും തന്നെയാണ് അതിനെപ്പറ്റി ഷെയർ ചെയ്യുകയുണ്ടായത്. രണ്ടുപേരും കൂടെ പ്ലാൻ ഇട്ട് അല്ലറ ചില്ലറ ബിസിനസ് പരിപാടികളൊക്കെ ചെയ്യാനുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2016 ആകുമ്പോഴത്തേക്കും IAS സിവിൽ സർവീസ് സ്വപ്നങ്ങൾക്കെല്ലാം പൂട്ടിട്ടുകൊണ്ട് തിരിച്ചു വരികയായിരുന്നു അനുഭവ്. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷമാണ് രണ്ടുപേരും കൂടെ ഒരു പുതിയൊരു ബിസിനസ് സംരംഭത്തിനെ പറ്റിയിട്ടുള്ള ഒരു ആശയം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പക്ഷെ എല്ലാവരെ പോലെയും ഇവരുടെ കയ്യിലും വലിയ ദുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആഗ്രഹങ്ങളല്ലേ, അതിന്റെ വഴി കണ്ടെത്തുക തന്നെ ചെയ്യും. എവിടെ നിന്നൊക്കെയോ 2-3 ലക്ഷം രൂപ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇവർ ആദ്യമായിട്ട് ഒരു ചായയുടെ ഔട്ട്ലെറ്റ് ഇടുന്നത്. ഒരു ലേഡീസ് ഹോസ്റ്റലിന് സമീപമായിരുന്നു ഇവർ ആദ്യമായിട്ടുള്ള ഇവരുടെ ഒരു ചായയുടെ ഔട്ട്ലെറ്റ് ഇടുന്നത്. പക്ഷെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, സംഭവം വളരെ വലിയ ഹിറ്റ് ആവുകയായിരുന്നു. ഇൻഡോറിലെ ഈ ലേഡീസ് ഹോസ്റ്റലിന് മുമ്പിൽ തുടങ്ങിയിട്ടുള്ള അവരുടെ ഈ ചായ ഔട്ട്ലെറ്റ് വളരെ വലിയൊരു വിജയമോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയൊക്കെ തന്നെയാണ് അവർക്ക് തുടക്കത്തിലേ കൊടുത്തത്. ഈ ലേഡീസ് ഹോസ്റ്റലിന് മുമ്പിൽ തുടങ്ങിയിട്ടുള്ള ഔട്ട്ലെറ്റ് പിന്നീട് ഇന്ത്യയിലും വിദേശത്തും ഒക്കെ 550 ചായ ഔട്ട്ലെറ്റുകളുള്ള വലിയൊരു സംരംഭമായി മാറിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നത്. ചായ സുട്ട ബാറിന് ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയൊരു ശൃംഖലയുടെ സപ്പോർട്ടാണ് ഇപ്പം ഉള്ളത്. ഫ്രാഞ്ചൈസി ബിസിനസ്സിലൂടെയാണ് കേട്ടോ ഇവർക്ക് ഇത്രയും അധികം ഔട്ട്ലെറ്റുകൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 10 രൂപയിൽ തുടങ്ങുന്ന ചായ മുതല് പാസ്ത, സാൻഡ്വിച്ച്, മാഗി ഇതെല്ലാം ഈ ഔട്ട്ലെറ്റുകൾ വഴി ഇപ്പോൾ ലഭ്യമാണ്. ഈ ബിസിനസിന്റെ DA റിപ്പോർട്ട് അനുസരിച്ച് 150 കോടി വിറ്റ് വരവുള്ള ഈ ചായ സുട്ട ബാറിന് ഏകദേശം അല്ലെങ്കിൽ ഈ അനുഭവനും അവർക്കും ഏകദേശം 100 കോടി രൂപയുടെ ആസ്തിയാണുള്ളത്. അപ്പോ എങ്ങനെയാ, ഒരു ചായപാത്രം എടുത്ത് ഇറങ്ങുവാണോ?